എന്തുകൊണ്ടേ മാഷ സത്യമാഷ നീ ലീവാന്ന് ലീവാന്നൊന്നും പറഞ്ഞില്ല പേര് എടോ 10 മണി ആവുന്നുള്ളൂ 10 മണി ഇവൻ അന്വേഷിക്കണം എന്താ കാര്യം എന്താണ് അന്നെ ഞാനും പറഞ്ഞ സിറ്റി ബസ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ട് വന്നു കളിക്കുകയാണ് പറഞ്ഞൂടെ എനിക്ക് അതെ സത്യമാഷ് വരണം ഒരു കാര്യം പറയാനുണ്ട് മാഷോട് പറയുമ്പോൾ കൂടെ ഒരു ബലം കിട്ടല്ലേ എന്നോട് പറഞ്ഞാൽ മാത്രമേ ബെല്ലടിക്കാൻ നോക്ക് മാഷ് സമയം വന്നോളൂ മാഷ് വരട്ടെ പോയി ബെല്ലടിക്കും ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമില്ല അത് സത്യമാഷ് വേണ്ട തമാശ വന്ന് സന്തോഷായില്ലേ നമസ്കാരം എന്താ നേരത്തെ എത്തിയാ ഇതില് കണക്കുകൾ എന്ന് പറഞ്ഞു അത്യാവശ്യേ ഉണ്ണി കുറെ നേരം ഇങ്ങളെ കാണാൻ കാത്തിക്കണം എന്തോ പറയാനോ ചെയ്യാനൊന്നുണ്ടെന്ന് പറയും എന്തുകൊണ്ടാ കടഞ്ഞു വെക്കരുത് പൈസ ഇല്ല മാഷെ കടമൊന്നും വേണ്ട അല്ല ശമ്പളം കിട്ടിയിട്ട് നമുക്ക് തന്നാ മതി മാഷേ 3 ദിവസം ഉറങ്ങാത്ത മാഷെ ഉറക്കന്നെ പോയിട്ടുണ്ടോ കാര്യം പറയാൻ വേണ്ടിട്ട് എന്തുപറ്റി ഇനി ബിൽഡപ്പ് വേണ്ട അങ്ങോട്ട് പറഞ്ഞൂട് സാറേ 3 ദിവസം മുമ്പേ സർക്കാർ ഉദ്യോഗസ്ഥന്മാര് സർക്കാർ ഓഫീസിൽ നിന്ന് റീൽ ചെയ്തിട്ട് വയലൻസ് ആയത് എല്ലാരും അറിഞ്ഞിട്ടേ വയറലായത് അല്ലേ അവരെ സസ്പെൻഷനിലേക്ക് ആവണ്ടാന്ന് മന്ത്രി സപ്പോർട്ട് ചെയ്ത് മന്ത്രി സപ്പോർട്ട് ചെയ്തല്ല അത് ഈ ജോലിയിടങ്ങളിലെ സമ്മർദ്ദം കുറക്കാൻ വേണ്ടി വിശ്രമവേളകളിൽ അത്തരത്തിലുള്ള റീൽ ചെയ്യാനത് കുഴപ്പമില്ല ഒരു മാനസിക ഉല്ലാസോടെന്നേ പറഞ്ഞുള്ളൂ അല്ലാതെ അത് എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരും ചെയ്യാൻ വേണ്ടിയല്ല പറഞ്ഞതാണ് എല്ലാവരും അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടല്ല സാറേ എന്റെ കോവൽ സ്കൂളിലെ പിയുണ്ടല്ലോ ഒരു വീഡിയോ സ്കൂളിൽ ചെയ്തിട്ട് വൈറലായിട്ട് ഓരിപ്പോ സെലിബ്രേറ്റ് ആണ് 1 ലക്ഷം ഉറുപ്പ്യ അത് വെറുതെ ഒരു ഉദ്ഘാടനം ചെയ്തിട്ട് പോയിട്ട് വരാൻ വേണ്ടി മേടിക്കും എന്റെ മാഷെ ഞാൻ എത്ര ദിവസം പണിയെടുക്കണം എത്ര മാസം എടുക്കും 1 ലക്ഷം ഉറുപ്പ്യ ഉണ്ടാക്കാൻ അതുകൊണ്ട് പറഞ്ഞു വരുന്നത് നമ്മളെല്ലാം വിചാരിച്ചാല് ഒരു റീൽ ചെയ്തൊന്ന് ഒരു പബ്ലിസിറ്റി ആവട്ടെ ഒരു അടയാളപ്പെടുത്തണ്ടേ സാറേ അത് മാത്രല്ല മാഷേ സർക്കാർ ഉദ്യോഗസ്ഥര് റീൽസോട് സോഷ്യൽ മീഡിയ തട്ടിയിട്ട് മുട്ടിട്ടൊന്നും വയ്യ വീട്ടില് ഭാര്യയൊക്കെ ചെയ്യണ്ടേ എന്റെ ഭാര്യ ചെയ്യണ്ട് വില്ലേജ് ഓഫീസറല്ലേ അതെ വില്ലേജ് ഓഫീസറാണ് ഓഫീസിനാ ചെയ്യണേ ഓഫീസിൽ അങ്ങനെ ചെയ്യുന്ന കേട്ടിട്ടില്ല വീട്ടിൽ തന്നെ വെച്ചിട്ട് മറ്റേ അടുത്തുള്ള കുട്ടികളൊക്കെ പടം വിളിച്ചു വരുന്നു നമ്മുടെ ഉദ്യോഗസ്ഥരുടെ ഇടയിലും അധ്യാപകരുടെ ഇടയിലും ഒക്കെ കലാഹൃദയമുള്ളവരുണ്ട് അതൊക്കെ കിട്ടണ സമയങ്ങളിൽ ചെയ്യണതിൽ കുഴപ്പമൊന്നുമില്ല അപ്പൊ മണ്ടോ ടീച്ചറെ നമ്മള് എന്തായാലും റീല് ചെയ്യാൻ തീരുമാനിച്ചു സ്കൂളിൽ ചെയ്യാൻ പറ്റില്ല സ്കൂളിന്റെ ടൈമിലല്ല സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ട് 4 മണിക്ക് സ്കൂൾ വിടൂലേ ഒരു 4:30 വരെ അവിടെ നിന്ന് ഒരു റീൽ ചെയ്യാൻ അധികം സമയമൊന്നും വേണ്ടാന്ന് മണ്ടോ ടീച്ചറും ജാതിനും ടീച്ചറും ഒക്കെ സിനിമയിൽ വരെ എത്താ ഒന്ന് വൈറലായി കഴിഞ്ഞാൽ ക്യാൻസറാണല്ലോ നോക്കന്നെ അപ്പൊ അതിനൊരു പാട്ട് സെലക്ട് ചെയ്യാൻ ആ കുണ്ണി ആയിക്കോളില്ലേ നിങ്ങളൊന്നും നോക്കണ്ട കൂടെ നിന്ന് തന്നാ മതി ഉണ്ണീരെ അതെ ഉണ്ണി ക്ലാസിന്റെ ടൈം ഉണ്ടല്ലോ ക്ലാസ് ടൈമിൽ പ്രശ്നം അത് ക്ലാസ് ടൈമിൽ വേണ്ട കുട്ടികളൊന്നും കാണുന്നും വേണ്ട വേണമെങ്കിൽ കോറസ് ആയിട്ട് കുട്ടികൾ യൂണിഫോം ഇട്ട് നിന്നോട്ടെ തെയ്യന്താരാ തെയ്യന്താരാന്നൊക്കെ പറയും രസമായിരിക്കും അപ്പൊ നമ്മള് തീരുമാനിച്ചേ പിന്നെ നാളെ ഞായറാഴ്ച നാളെ വേണ്ട മറ്റന്നാൾ തിങ്കളാഴ്ച വൈകുന്നേരം നമ്മൾ ചെയ്യണം അതെ ചെയ്ത് നമ്മള് അന്നെ സംഭവം പോസ്റ്റ് ചെയ്യണം വൈറലാക്കി ഒന്ന് കൃഷ്ണേട്ടനെ വീട്ടിലേക്ക് കൊണ്ടാക്കാൻ പറ്റുമോ കൃഷ്ണേട്ടനെ വീട്ടിലേക്ക് പോയില്ലേ ആയിക്കോട്ടെ ഒരു ഉപകാരല്ലേ അയ്യോ പെണ്ണായാലും പ്രശ്നമൊന്നുമില്ല ചേച്ചി എന്താ ചേച്ചി മൈൻഡാക്കി കൂടെ വണ്ടി കയറ്റിയ പ്രശ്നമില്ല ഇയാള് നിർത്തിയാതെ അറിയാത്തവരെ എന്നെ കുത്താനാ വേണ്ട അതിലെ കയറാണ്ടിരിക്കുന്നല്ലേ എന്റെ അമ്മോ ലോകത്തിലെ എല്ലാ ബൈക്കും ഈ ഭാഗത്തെയാ പോകുന്നത് എന്നാ എനക്കൊരു ലിഫ്റ്റ് എത്ര സംഭവം ഞാൻ എന്താ മോശക്കാരനാ ഞാൻ എന്താ മോശ എത്ര ഉപകാരം എത്ര ആൾക്ക് ചെയ്യുന്നു എന്തെല്ലാം ചെയ്യുന്നു ഓ സമ്മതിക്കണം ബൈക്കൊന്നും ഇല്ല ഓനെ നടന്നിട്ട് തന്നെയാ നല്ലത് ഒരു കണക്ക് നല്ലതാ ഒന്നുമില്ല എന്റെ അമ്മ ഹെൽമെറ്റ് ഒന്നും ഇല്ലാത്ത സാരല്ല മോനെ മോനെ ആയിക്കോട്ടെ മോനെ 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 ഒരു അതായത് ആ ചക്കരപ്പറമ്പില് കരുവാശ്ശേരി വളവില്ലേ അതിന്റെ അടുത്ത എന്റെ വീട് മോനെ അച്ഛനൊരു മരുന്ന് മേടിച്ചിട്ട് ഒരൊറ്റ വണ്ടി നിർത്തുന്നില്ല മോനെ ആയിക്കോട്ടെ അത്യാവശ്യമാണ് അച്ഛനൊരു തടി പറയെല്ലാം ഉണ്ട് ആയിക്കോട്ടെ അയ്യോ മോനെ ഇതുപോലത്തെ ആളായിരിക്കണ ഇവിടെ എന്ത് എന്നെ കൂടെ വീഴാനി ഭാഗ്യം ഈ പെണ്ണുങ്ങൾ നിർത്തുവോമ്മ മോളെ ഒന്നങ്ങ് ചക്കരപ്പറമ്പിലെ വളവില്ലേ മറ്റേ കൃഷ്ണേട്ടന്റെ യോ
മൂന്നാള് വേണ്ട, പോയിക്കോ. മൂന്നാള് നാലാളെ കയറ്റില്ല, എന്തായാലും കയറ്റാൻ പറ്റില്ല. ഒന്ന് ചക്കരപ്പറമ്പിൽ അങ്ങോട്ട് ആക്കാൻ പറ്റുമോനെ? ചക്കരപ്പറമ്പില് അതുകൊണ്ട് ഒരു വളവിലേ പോണം അങ്ങോട്ട്. അല്ലേ പോയാ ഒരു ഉപകാരം ചെയ്യാത്ത നാട്. നമ്മളെല്ലാം വണ്ടി അറിയാത്തോണ്ടാണ്. വണ്ടി അറിയുന്നെങ്കിൽ ആറവണം കയറ്റി ഏടമണം കൊണ്ടാക്കും. അയ്യോ ചേട്ടൻ കേറിയില്ലായിരുന്നല്ലേ? ഞാൻ അവിടെ ചെന്നപ്പോ ആളെ കണ്ടില്ല. ഒരു വണ്ടി നിർത്തിയില്ലടാ. ഓ മോനെ, നീ തിരിച്ചു വന്നല്ലടാ. ചേട്ടന് വേണ്ടിയാണ്. താങ്ക്സ് അലോട്ട്. പട്ടി പിന്നെ പരിപാടി ഇരിക്കുന്നത് സ്ഥിരം. ഒന്ന് കരുവാച്ചേരി വളവരുവ്. ഇതെന്താ ഈ ഇന്ത്യ രാജ്യത്താണോ പറയുന്ന സ്ഥലം? മോനെ ഒന്ന് അർച്ചന്റെ മോനെ. ആ ചക്കരപ്പറമ്പിലോ കരുവാച്ചേരി വളവ് എന്റെ വീട് അതിന് തൊട്ടിട്ടാന്ന്. അത്യാവശ്യമായിട്ടൊരു കാര്യമായിട്ട് പോവാ. അച്ഛന് സുഖമുണ്ട്. അച്ഛനൊരു വേറ. അപ്പൊ ആ ചുണ്ടൻ വൈദ്യരെ കഷായം കുടിക്കണം. പാവം വയസ്സായുള്ള നോക്കണ്ട. നമ്മളെ എത്ര വണ്ടിക്കാണ് നിർത്തുക. ആയിക്കോട്ടെ മോനെ, ആയിക്കോട്ടെ. താങ്ക് യു മോനെ, സന്തോഷം. നിന്നെ പോലത്തെ ചെക്കനാണ് നമ്മുടെ നാട്ടിനെ ആവശ്യം. ആച്ചോനെ ഇത് വലിയ വണ്ടിയല്ലേ? അങ്ങോട്ടില്ല, തിരിക്കണം മോനെ. അങ്ങോട്ടല്ലേ ചക്കരപ്പറമ്പ് മോനെ. ആയിക്കോട്ടെ. പാവട്ടാ, നിന്നെ പോലത്തെ ആള് വേണ്ട ഈ നാട്ടില്. നമുക്ക് നിന്നെ പോലത്തെ ആളാ നാട്ടില് വേണ്ടത്. അല്ലാണ്ട് വേറെ ആരെ കിട്ടിയിട്ട് അയ്യോ മോനെ, ഈ ഉപകാരം നീ മരിച്ചാലും ഞാൻ മറക്കൂലടാ. സ്നേഹമാടാ. ഇങ്ങനത്തെ പിള്ളേരാണ് നാട്ടിനാവശ്യം. നോക്കണം മോനെ, ഇതെപ്പോഴും ഇടണം കേട്ടോ മോനെ. ഏടെ പോകുമ്പോ ഈ സാധനം ഇടണം. നല്ലോനാ. പോയിക്കോനെ എടാ. മല്ല പോ. പാവം നോക്കണം മോനെ. പാവം. ചേട്ടാ എന്ത് പരിപാടി ചേട്ടാ കാണിച്ച? എന്റെ വണ്ടി കൈ കാണിച്ചിട്ട് വേറെ വണ്ടി കയറിപ്പോയാ? ഇതെന്റെ അച്ഛന് ഇന്ന് ഞാൻ കൊടുക്കണ്ടെങ്കിലേ നിന്നെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോരെ. പട്ടിച്ചേട്ട പാട്ടിക്കോട് എന്നെ കൊണ്ടൊരാളുണ്ടാ. കാണിച്ചളഞ്ഞല്ലോ ഏടേം കിട്ടാണ്ടിക്കോന്നെ. ഞാൻ അച്ഛൻ നായി. അപ്പൊ ഞാനാരാ? നായിന്റെ മോൻ. ഒരു കാര്യം പറയാം, അച്ഛനോട് ഞാനൊരു തുറന്നു പറയാം. അച്ഛനൊരു പട്ടിയാണ്. ഈ വീട്ടിൽ വീട്ടിൽ ആദ്യം ഇറങ്ങേണ്ടത്. വീട്ടിൽ ആദ്യം ഇറങ്ങേണ്ടത് ഉണ്ണിയെ കള്ളപ്പന്നിയെ, അന്നോട് ഞാൻ പലതവണ പറഞ്ഞില്ല എന്റെ അച്ഛന്റെ കൂടെ ഇവിടെ ഇരുന്ന് വെള്ളടിച്ചിട്ട് ഈ നാട്ടുകാർക്ക് വെള്ളം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? എന്താ ചിരിക്കണേ? എന്താ ചിരിക്കണേ? അന്നോട് ഞാൻ പറഞ്ഞില്ല അല്ലിങ്ങനെ കൊതുകടി കൊണ്ടിട്ട് ആൾക്കാർക്ക് ഉറങ്ങാൻ പറ്റില്ല. അത് കൊതുകാണ് ഇവിടെ. ഞങ്ങൾക്ക് ഈ കൊതുകടി കൊള്ളുന്നേ ഇല്ല. ഇന്നൊക്കെ എങ്ങനെ കൊതുകടി കൊള്ളില്ല? ഇന്നൊക്കെ മാത്രമായിട്ട് അങ്ങോട്ട് കൊതുകടി കൂടെ അറിയില്ല. ഇപ്പൊ കൊത്തിയാലും കൂടെ കത്തിയോട് കൊത്തിയാലും കൂടെ അറിയില്ല. അതെന്താ നിങ്ങൾ അറിയാത്തേ? നിങ്ങളുടെ ഇവിടെ ഈ ജാതി കാറ്റ് കൂട്ടിയിട്ടുള്ള ഈ ജാതി വേസ്റ്റ് ഒക്കെ വിട്ടതിന്റെ കൊതുകാണ് ഇവിടെ ഈ പരിസരത്ത് മുഴുവൻ. നിങ്ങൾ ഇവിടെ ഈ കള്ളു കുടിച്ച് കൂത്താടുന്ന നേരം ആ കൊതുകിന്റെ കൂത്താടിയാണല്ലോ നിങ്ങൾ ഒതുക്കാൻ നോക്കി. ഞങ്ങൾ എല്ലായിടത്തും എന്റെ കൊതുക് നിങ്ങളോടൊന്നും വരുന്നേ. ഇത് രണ്ടെണ്ണം അടിച്ചാ മൊത്തം ഒരു തരിപ്പ്. പിന്നെ കടിച്ചത് കൊതുക്. അതിന്റെ കമ്പി ഉണ്ടല്ലോ മുമ്പിലത്തെ, അത് ഒടിഞ്ഞിട്ട് പോത്. നിങ്ങൾക്ക് ഈ ജാതി കാട്ടി കൂട്ടി നിങ്ങൾക്ക് ഇത് കുടിച്ചിട്ട് അവിടെ ഇരുന്നാൽ മതിയല്ലോ. അല്ലെ ഞാൻ ചോദിക്കട്ടെ രാവട്ടെ, എനിക്ക് എന്റെ സംശയം കൊണ്ട് ചോദിക്കാണ്, നിങ്ങളെ കൊതുക് അടിക്കണില്ലേ? നമുക്ക് കൊതുക് അറിയുന്നില്ലാന്ന്. എന്താ അറിയാ? നല്ല തരിപ്പല്ലേ? ഒന്നും പ്രശ്നമില്ല.
ഇത് അങ്ങോട്ട് പിടിപ്പിച്ചാലേ പിന്നെ കൊതുകടിക്കാൻ വന്നിട്ട് പക്ഷെ തരിപ്പ് അറിയില്ല. ഒന്നും അറിയില്ല. ഇത് കുടിച്ചു കിടക്കണ നിങ്ങൾക്ക് കൊതുകടി കൊള്ളില്ല ഇല്ല ഇല്ല. ഞാൻ ആരോടും പറയില്ല കഴിച്ചു. ഏയ് ആരോടും പറയാൻ പാടില്ല. പോയൊക്കെ നീ പറയാൻ പാടില്ല. ഞാൻ കൊടുക്കില്ല, ഞാൻ പറയാം. ഞാൻ പറയാം. ഞാൻ വർത്താനം ഇതാണ് പൊട്ടാ പുഴുങ്ങി വർത്താനം. അത് നിങ്ങള് അതെ നിങ്ങൾ എന്തെങ്കിലും ആയിക്കോളെ വേണ്ടക്ക് നിങ്ങൾ കുടിച്ചോളി. നിങ്ങൾ കുടിച്ചോളെ അതൊന്നും ഒക്കെ വേണ്ട. അതല്ല ഞാൻ പറഞ്ഞു നിങ്ങള് ഇതുണ്ടോ ഇവിടെ കൊതുകുണ്ടേ. നിങ്ങക്ക് കൊതുകടിയുടെ ഇത് അറിയാണ്ടാണ്. കൊതുകിന്റെ ഒരു കമ്പി ഉണ്ടല്ലോ, വേണ്ടേ നല്ല ഉണ്ണി അനക്കിന്റെ കാര്യം അറിയില്ലേ? സൂറല്ലാണ് അവിടെ. അത് മാത്രമേ കൊതുകടിയുടെ കാര്യം ആലോചിച്ചതല്ല, അതിന്റെ അപ്പുറം ഞാൻ കുടിക്കും. വിശ്വസിക്കാൻ പറ്റുന്ന ആളല്ല എന്റെ അച്ഛൻ. ഒറ്റ മിനിറ്റ്, അച്ഛ പോവുള്ളിലേക്ക് അത്ര നല്ല ഇത് അല്ല നിങ്ങളിത് ഒന്നുമില്ല, കുറച്ച് കാര്യമില്ലായിരുന്നു. ഒരു പ്രാവശ്യം മതിയില്ലേ? മൊത്തം തരിക്കും. കൊതു മൊത്തം വന്നതാ, കുത്തി കുത്തി കൊന്നിട്ട് അതിന്റെ കൊമ്പ് കംപ്ലീറ്റ് ഒടിഞ്ഞു. കൊമ്പില്ലാത്ത കൊതു കാണിച്ചു ഇടയിലും എല്ലാം കൊമ്പില്ലാത്ത കൊതു കംപ്ലീറ്റ് കൊമ്പ് ഉണ്ടായിരുന്നു. ഒറ്റ കൊതുവിനെ നോക്കിയാ ഇപ്പൊ കാണിച്ചു തരാം. കൊമ്പില്ലാത്ത കൊതു ആ എന്നെ കടിച്ച കൊതു കൊമ്പ് ഉണ്ടാവില്ല. ഞാൻ അങ്ങോട്ട് തിരിയും. ഉണ്ണേ വേണ്ട ഉണ്ണേ, കൊതുകിന്റെ കടി സഹിക്ക. ഓളുടെ അടി ഉണ്ടല്ലോ ഒരു കിൻഡലാണ്, സഹിക്കൂല ആണ്. അത് മാത്രല്ല ഞങ്ങൾക്ക് ഇത് ഹറാമാണേ. റമ്മന്നെ കറച്ച് എന്ത് റമ്മാന്ന് അതല്ല പറഞ്ഞത് വെച്ചാല് ഇത് ഞങ്ങക്ക് നിഷേധിച്ച സാധനമാണ്. ഇതൊന്നും കഴിച്ചൂടാ. ഇജ്ജ് വിചാരിക്കണ മാതിരിയല്ല, ഇവിടുത്തെ കൊതുകിന്റെ മാതിരിയല്ല നരകത്തിലെ കൊതു. അതൊരു കൂത്തുകുത്തിയാണ്ടല്ലോ പിന്നെ എനിക്കൂല. ഞാൻ എന്നാ പോട്ടെ. കൊതുകടി ആലോചിക്കുമ്പോ എന്താ വേണ്ടെന്നും ഇല്ലക്ക്. അതാണ് കൊടുത്തു കഴിഞ്ഞാ തിരിച്ചു തരുന്ന വേണല്ലാണ്ട് കിടക്ക് കേട്ടോ. എങ്ങനെയെങ്കിലും കിടന്നുറങ്ങട്ടെ. ആദ്യം അച്ഛാ നീ കൈകൊണ്ട് ഒരാളെ മടക്കിയത് അത് റബ്ബ്. ഞാൻ ഒഴിവാക്കിയ അനക്കും എനിക്കും പഠിത്തോന്റെ ശിക്ഷ ഉണ്ടാവില്ല. അങ്ങനെയാണ് ഞാൻ അനാഥരാവും. ആദ്യം അച്ഛാ നീ കൈ കൊണ്ട് റബ്ബ് കൊടുത്തിട്ട് ചിരിച്ചു തന്നത്. നാളെ എനിക്ക് ആരും തരൂല. എന്റെ രാഘവച്ച എന്നെ പഠിപ്പിച്ചതാ. പിന്നെ അയ്യ കരയുമ്പോ സഹിക്കണില്ല. അത് ശരിക്കും പുളിയാ അതോ മധുര എരിവ്? എങ്ങനെ അത് വേണ്ട അല്ലെങ്കിൽ രാഘവച്ചോ വടക്ക് രാഘവച്ചോ, എനിക്കിത് കുടിക്കാനും പറ്റില്ല. കൊടുത്തതല്ലേ എന്തിനി മടക്കി അച്ഛാ.